സങ്കീർത്തനം വായിക്കുന്നു. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെയൊക്കെ അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗങ്ങളൊക്കെയും കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവേ, നിന്റെ അപേക്ഷയൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തന്റെ അഭിഷേകത്തിനെ രക്ഷിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും. ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. യഹോവേ, രാജ്യം രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഈ പകൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അടുത്ത നിമിഷം നടക്കുന്ന വിവാഹ ശുശ്രൂഷകളെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം നമ്മൾ തലകളെ വണക്കി ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ച ദൈവമക്കളെ ചെറിയാഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടെയാണല്ലോ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് താൻ പ്രവേശിക്കുന്നത്. കർത്താവിനെ ഗ്രഹിക്കുവാൻ, നന്മകളെ കൊടുക്കുവാൻ, ദൈവം സഹായിക്കുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം കർത്താവ് ഞങ്ങൾക്ക് മുന്നമേ ഒരുക്കി തന്നതോർത്ത് നന്ദി പറയുന്നു. കർത്താവിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കർത്താവെ, നിങ്ങളുടെ വിവാദത്തിന്റെ ഈ ദിവസം കർത്താവെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്ന കർത്താവ് സഹായപ്പെടാതെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. നിറവും പ്രാർത്ഥിക്കുന്ന കർത്താവെ, യാത്രയിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ എത്രയും വന്നു ചെയ്യുവാൻ പ്രാർത്ഥനയോടുകൂടെ കർത്താവെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവെ, നടത്തുന്ന അവിടുത്തെ ഭക്തന്മാരോട് കൂടെ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിജയിക്കാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവെ അമ്മാവെ ചോദിച്ചാൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുത്രാദികളായിരിക്കുന്ന ഞങ്ങളെ സഭാവിശ്വാസികളായി കടന്നുവന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് കർത്താവെ ശുശ്രൂഷയിൽ നേതൃത്വം വഹിക്കുന്ന അവിടുത്തെ ദാസനെയും കുടുംബത്തെയും എല്ലാ അവിടുത്തെ വിശുദ്ധന്മാരെ ഓർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ കർത്താവെ കടന്നു പോകുന്ന സാന്നിധ്യം കൂടെ ഇരിക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധനായ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടും ദൈവത്തിന്റെ കൃപ കൊണ്ടും കർത്താവ് തന്നെ മറയ്ക്കുകയും ദൈവത്തിന്റെ സ്നേഹത്താൽ തന്നെ നിറയ്ക്കുകയും ചെയ്താട്ടെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിശുദ്ധന്മാരെ ഞങ്ങൾ ഒരുമിച്ച്, ഇവിടെ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഒരുമിച്ച് കർത്താവേ, പ്രിയ മകനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ രാവിലെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പുത്തൻ ജീവിതത്തിലേക്ക്, പുത്തൻ അനുഭവങ്ങളിലേക്ക് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസം കാവലും സൂക്ഷിക്കും. ശുശ്രൂഷയിലും പ്രത്യേകിച്ച് മോനോടുകൂടിയും കുടുംബത്തോടുകൂടിയും ഇന്നും എപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ വരെയും ഫോട്ടോ എടുക്കാനുള്ള സമയമാണ്. അവര് വന്നിട്ടുണ്ട് കേട്ടോ, അവർ താഴെ എത്തി. ഒന്ന് ബാക്കി മാറാം. വെള്ളത്തിന്റെ കല്ല് പിടിക്കാനുള്ള ആ ബാക്കിയുള്ളവരൊന്നും ബേക്കുന്ന മാറി. അമ്മച്ചി ഓമന ഒന്ന് മാറി മകളെ, നിങ്ങൾ നിൽക്കണം. ജോയ് നിൽക്കുക. മേഴ്സി, ആ നിങ്ങൾ ജോയ് മേഴ്സി നിൽക്കുക.
കൈ ഒന്ന് കൈ നേരെ കൈ ഫ്രണ്ടിലേക്ക് അങ്ങനല്ല നേരെ ഒന്ന് നേരെ നിൽക്കും നേരെ റെഡി ഈ മുമ്പിൽ കിടക്കുന്ന സീറ്റ് അവിടെ നിന്ന് വന്നൊരു 10-20 പേർക്കുള്ള സീറ്റ് ഒന്നും കൊണ്ട് നോക്കണം ഒന്നും കൊണ്ട് നോക്കിയേ എന്നറിയോ? ചാച്ച ഒന്നും കൊണ്ട് നോക്കിയേ ഒന്നും കൊണ്ട് നോക്കിയേ ഇവിടെ ഇവിടേക്ക് നോക്കിയേ എല്ലാവരും കൂടെ നോക്കണേ ഓക്കെ അടുത്ത ആൾക്കാർ ചേച്ചി മാറാൻ ഓക്കെ ഇനി ആരെങ്കിലും ഫോട്ടോയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഫോട്ടോ നോക്കാം തലയെ തുണി എടുത്തോ പറ്റേ ഇങ്ങോട്ട് നോക്കണേ വെയിറ്റ് കഴിഞ്ഞില്ല അതിന്റെ ഒന്നും ഉപയോഗിക്കുന്നു മാർക്ക് നിന്റെ ഇതിലേക്ക് അത് ചെയ്യണമെങ്കിൽ നിന്റെ വാട്സപ്പിൽ അങ്ങനെ ചെയ്യുന്ന എനിക്കറിയില്ല. ടാഗ് ചെയ്യാൻ പറ്റും ഫേസ്ബുക്ക് എടുത്തോ എങ്ങനെ വരുന്നേ ഇതിപ്പോ ഇതിനകത്തുള്ള ഫ്രണ്ട്സ് അല്ലേ കണ്ടോണ്ടിരിക്കുന്നവരല്ലേ ടാഗിങ് നടക്കൂല അവര് താഴെ ഉണ്ട് നമ്മൾ താമസം അല്ലേ എനിക്കറിയില്ല എൻ്റെ സിസ്റ്റം. ലിങ്ക് അയക്കാൻ പറ്റൂലേ ലിങ്ക് അയക്കാം. ലിങ്ക് എവിടെ എടുക്കാം ലിങ്ക് വന്നാൽ കിട്ടിയായിരുന്നോ ആ ലിങ്ക് എനിക്കൊന്ന് അയച്ചുതരാം വാട്സപ്പിൽ എൻ്റെ ചെയ്യാം ഇതിനകത്തുനിന്ന് വാട്സപ്പിൽ നിന്ന് ആ ലിങ്ക് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യോ ഗൂഗിളിന്റെ ഇതിട്ട് കൊടുത്താൽ അവർക്ക് കാണാൻ ജമിയൊക്കെ ഉണ്ടോ അവിടെ ലൈവാ പോയിക്കൊണ്ടിരിക്കുക എല്ലാവർക്കും എല്ലാവരും കാണാം കണ്ടിരിക്കുകയല്ലേ ഇത്രയും പേര് കണ്ടോണ്ടിരിക്കുക ആണോ ഇത്രയും പേര് കണ്ടോണ്ടിരിക്കുക രാജ്കുമാർ ഷൗമേൽ അങ്കിൾ സിജോ വന്നില്ല ലോയിസ് വർഗീസ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ മിസ്സായി പക്ഷെ ഞങ്ങൾ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. പറഞ്ഞു നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നു ലൈവ് ഞങ്ങളുടെ കുടുംബക്കാർക്കാണ്. മിജോ പറഞ്ഞു അങ്ങനെ പറയണം ഓമനെ പുൽപ്പള്ളിയിൽ നിന്ന് കടന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ പാർപ്പൾ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കടന്നുകൊണ്ടിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങൾ മുന്നോട്ട് പുൽപ്പള്ളിയിൽ നിന്ന് വന്ന എല്ലാ പ്രിയപ്പെട്ടവരും സ്ഥലത്തേക്ക് വന്നിരിക്കുക. സമയം മതി, മുമ്പോട്ട് വേഗം പോകുകയാണ്. 10:30 അതുപോലെ തന്നെ അവിടെ ആരും കൂടി നിൽക്കരുത്. എല്ലാവരും ആ കാര്യങ്ങളിൽ സഹകരിക്കണമെന്ന ദൈവനാമത്തിൽ ഓർക്കുന്നത്.
ഒന്ന് ഇറങ്ങി താഴെ ഇരുന്നാൽ ഫസ്റ്റ് വിളിച്ചിട്ട് ഇതിൽ കയറ്റി മിജോ ഇറങ്ങി പോരാ അറിയില്ലേ കൂടെ വരാൻ വാ ഇറങ്ങി മക്കളെല്ലാം ഇറങ്ങി വാ വാ ഇറങ്ങി ഇവിടെ ഉണ്ട് Praise the Lord. ആ മിജോ പ്രാർത്ഥിച്ച് നമ്മുടെ വിവാഹ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവരും ഇങ്ങോട്ടോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വിവാഹ ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി ഒന്നങ്ങോട്ട് നമ്മളെ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഏറ്റവും നല്ല നിലയിൽ അനുഗ്രഹത്തോടെ ആ ശുശ്രൂഷ ചെയ്തെടുക്കുക. കർത്താവ് ദാസന്മാരെ ബലപ്പെടുത്തുക. അനുഗ്രഹത്തോടെ നല്ല ജീവൻ നയിക്കുവാൻ കർത്താവിനെ സഹായിക്കേണ്ടതിന് അതിൽ കോള് വെച്ചിട്ടില്ല. വേറെ ഫേസ്ബുക്ക് മറ്റേ ഇൻസ്റ്റൻ്റൊക്കെ നോട്ടിഫിക്കേഷൻ മാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ഒരു നിമിഷം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ നല്ല രാവിലെ സമയത്ത് ഞങ്ങൾ ഓർത്ത് ദൈവത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതുമായ ഞങ്ങളുടെ പ്രിയ മക്കളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഈ ഭവനത്തിന്റെ കർത്താവെ ചുറ്റുവിൽ ഞങ്ങൾ കൂടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ച സ്നേഹത്തെ ഞങ്ങൾ ഓർത്ത് ആയിരം നന്ദി പറയുന്നു. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന സകലവരെയും ഞങ്ങൾ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ വലിയ സഹായം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നിയുക്ത വധുവിനെ വരനെ ഞങ്ങൾ ഓർക്കുന്നു. ഇവരുടെ മാതാപിതാക്കന്മാരെ ഓർക്കുന്നു. അവരുടെ കുടുംബക്കാരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഈ നിമിഷം വരെ അവസാന സമയം വരെയും പിരിയാത്ത ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഉപവാസം ചെയ്യുന്ന ഞങ്ങളുടെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തോട് കർത്താവ് നിർത്തിയാടുന്ന പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കൊയർ പാട്ട് പാടുന്ന സ്നേഹം ഓർത്തിടുമ്പോ ഞാനെന്റെ ദുഃഖം മറന്നുപോയി. നീ എന്റെ ചാരത്തണഞ്ഞിടുമ്പോ ആനന്ദമെന്നെ ആഗതമായി. നീ തന്ന സ്നേഹം ഓർത്തിടുമ്പോ
ഞാൻ എൻ്റെ ദുഃഖം മറന്നുപോയി. നീ എൻ്റെ ചാരത്തണഞ്ഞിടുമ്പോൾ ആനന്ദമെന്നെ ആഗതമായി. യേശുവേ എൻ്റെ ദൈവമേ, നീ മാത്രമാണ് എൻ്റെ ദൈവം. നീ മാത്രമാണ് എൻ്റെ സർവം. യേശുവേ എൻ്റെ ദൈവമേ, നീ മാത്രമാണ് എൻ്റെ സർവം. നീ മാത്രമാണ് എൻ്റെ ദൈവം. ആനന്ദേ കാവൽ വിളക്കാൻ മാതാവിൻ സാന്ത്വനമായി. കാതന്റെ കാവൽ വിളക്കാൻ മാതാവിൻ സാന്ത്വനമായി. ഗുരുവിൻ വിജ്ഞാനദീ നീ മാത്രമാണ് എൻ്റെ സർവം. നീ മാത്രമാണ് എൻ്റെ ദൈവം. സ്നേഹം പകരാൻ എന്നിൽ നിറയണേ നാഥ. നീ തന്ന സ്നേഹം പകരാൻ എന്നിൽ നിറയണേ നാഥ. നിന്നെ പിരിയാതെ കാത്തിടുവാൻ നിന്നെ നിന്നെ പിരിയാതെ കാത്തിടുവാൻ നിന്നെ അറിയാനന്ദമേ. യേശുവേ എൻ്റെ ദൈവമേ, നീ മാത്രമാണ് എൻ്റെ സർവം. നീ മാത്രമാണ് എൻ്റെ ദൈവം. യേശുവേ എൻ്റെ ദൈവമേ, നീ മാത്രമാണ് എൻ്റെ സർവം. നീ മാത്രമാണ് എൻ്റെ ദൈവം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹവും സാന്നിധ്യവും നമ്മുടെ ഈ ദൈവിക ശുശ്രൂഷയിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ഇതൊരു ആത്മീക ശുശ്രൂഷയായതുകൊണ്ട് തന്നെ എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. ദൈവത്തിനും ദൈവത്തിനും ഒത്തിരി ശക്തിയുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമായി പറയാം, വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ഒരു ചടങ്ങ് കണ്ടു പോകുന്നതിലപ്പുറമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ദൈവ സാന്നിധ്യം അനുഭവിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് അനുഗ്രഹത്തോടും സമാധാനത്തോടും യേശു ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാക്കി മടങ്ങി പോകുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഒന്ന് ബലപ്പെടുത്തുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അടുത്തത് ഒരു പാട്ടിന്റെ വരികൾ കൂടെ പാടുമ്പോൾ നിയുക്ത വധു നിയുക്ത വരൻ അവർ സ്വയമേയോ അല്ല അവരാൽ നിയോഗിക്കപ്പെട്ടതായ മാതാവോ പിതാവോ ഇരുവരുമോ അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാം. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധിയിൽ
എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിയുക്തവധുവും നിയുക്തവരനും അവര് തനിയെയോ അല്ലെങ്കിൽ അവരാൽ നിയോഗിക്കപ്പെട്ട പ്രിയപ്പെട്ടവരോ അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. നിൽപ്പിൽ 45-ാം സങ്കീർത്തനം പാസ്റ്റർ CJ ജോസഫ് മുമ്പോട്ട് വന്ന് വായിക്കും. നമുക്ക് വളരെ ശ്രദ്ധയോടെ വേദഭാഗങ്ങൾ ശ്രവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറും. സ്തോത്രം. 45-ാം സങ്കീർത്തനം. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്റെ ഹൃദി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ നാവ് സവത്തനായ ലേഖന്റെ എഴുത്തുപോൽ ആകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ. ലാവണ്യം നിന്റെ അതിരങ്ങളിൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവരെ നിന്റെ വാൾ അരക്കി കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുള്ളവ ആകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദർശിക്കുന്നു. അത് കൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ. നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികൾ ഉണ്ട്. നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഊഹത്തംഗമായി നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കാം, നോക്കുക, ചെവി ചായിക്കുക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ. കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാവുന്നു. അവളുടെ വസ്ത്രം പൊൻകശവ് കൊണ്ട് ഉള്ളത്. അവളെ ചിത്രത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. പ്രാർത്ഥിക്കുവാനായി വീണ്ടും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രിയ പാസ്റ്റർ ജേക്കബ് തോമസ് മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നു. പാസ്റ്റർ അലക്സാണ്ടർ, അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പാസ്റ്റർ അലക്സാണ്ടർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു.
നമുക്ക് നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി സമയത്തെ വേർതിരിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങൾ തിരുപ്പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽ തിരുസന്നിധി ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ ദൈവസാന്നിധ്യം ഞങ്ങളുടെ മേലുണ്ടാകുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകുവാൻ, പരിശുദ്ധാത്മാ നിറവിലായിരിക്കാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പുതിയ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കാൻ അവരെ ആദരിക്കണം, മാനിക്കണം. അവരെടുക്കുന്ന തീരുമാനം പിതാവേ, ഇരു ഭവനങ്ങൾക്കും ഇരുദേശത്തിനും ഇരുസഭയ്ക്കും പിതാവേ അനുഗ്രഹവും നന്മയുമായിരിക്കാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇരു കുടുംബങ്ങളോട് ബന്ധപ്പെട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കണം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്ന ദൈവദാസന്മാരെ ദൈവം മാനിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണം, തിരുനാമഹത്വം എടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിൽ ഇരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. തുടർന്നതായ സമയം സ്വാഗതത്തിന് വേണ്ടിയുള്ള സമയമാണ്. സമയത്തിന്റെ പരിമിതി മൂലം ഒറ്റ വാക്കിൽ എല്ലാവർക്കും സ്വാഗതം അറിയിക്കുന്നു. നിയുക്ത വരൻ, നിയുക്ത വധു, അതുപോലെ തന്നെ വീരഭവനിൽ കടന്നു വന്നിരിക്കുന്ന അവരുടെ മാതാപിതാക്കന്മാർ, സഭയിലെ പ്രിയപ്പെട്ടവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ സഭയിലെ അഭിഷക്തന്മാർ, എല്ലാവരെയും കർത്താവ് പകൽ അനുഗ്രഹിക്കട്ടെ. അതുപോലെ പാട്ടുകൾ പാടുന്ന പ്രിയ സഹോദരന്മാർ, പേരെടുത്ത് വ്യക്തിപരമായി ആരെയും പറയുന്നില്ല, എല്ലാവരെയും ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ എല്ലാ സഹായങ്ങളും ദൈവത്തിന്റെ എല്ലാ സാന്നിധ്യവും നമ്മളോട് കൂടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ കഴിയട്ടെ. നമുക്കറിയാം, നാം കൂടി വരുന്ന ഇടത്ത് ദൈവത്തിന് വചനമുണ്ട്. ദൈവവചനം എന്ന് പറയുന്നത് നമുക്ക് 100% ആശ്വാസവും സമാധാനവും സന്തോഷവും തരുന്നതാണ് വിശുദ്ധ തിരുവചനം. ആ വചനത്തിന്റെ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. തുടർന്നുള്ള സമയം വചനം കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയിലേക്കാണല്ലോ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. നാളുകളായി സഭയായും എല്ലാം നമുക്ക് ഇവരുടെ വിവാഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ ചെയ്തു. കൂടി വന്ന എല്ലാ പ്രിയമുള്ളവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒറ്റ വാക്കിൽ ഞാൻ എൻ്റെ ക്രിസ്തു യേശുവിന് വന്ദനം പറയുന്നു. ഇന്ന് പകലിൽ നിയുക്ത വധുവായിരിക്കുന്ന വരനായിരിക്കുന്ന കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവർക്കും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. സ്റ്റേജിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ എല്ലാവരെയും ഓർത്ത് കർത്താവായ യേശുക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം പറയുകയാണ്. വിവാഹം എന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹപ്പെട്ട നിമിഷം. ഒത്തിരി സ്വപ്നങ്ങളെ കൈമാറുവാൻ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അവരോട് ചോദിച്ചാൽ കഴിഞ്ഞ നാളുകളിൽ അവർ ചിന്തിച്ച സ്വപ്നങ്ങൾ വർണ്ണിക്കാൻ കഴിയാത്തതാണ്. അത്രയും മഹത്വകരമായ ഒരു ശ്രേഷ്ഠ പദവിയിലേക്ക് ഈ പ്രിയ കുഞ്ഞുങ്ങളെ ഇന്ന് പകലിൽ കർത്താവ് കൂട്ടി യോജിപ്പിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെന്നി ജോസഫും സിസ്റ്റർ കർത്താവിന്റെ ദാസിയും ജോബിനി സിസ്റ്ററും
ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമെല്ലാം ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിഞ്ഞ നാളുകളിലെല്ലാം കർത്താവിനെ ആരാധിക്കുവാൻ കൃപ ചെയ്തു. ഞങ്ങളുടെ കുഞ്ഞ് നന്നായി ആരാധിക്കുന്ന ഒരു ദൈവ പൈതലാണ്. അവൾ ഇപ്പോൾ ഇങ്ങോട്ട് പടിഞ്ഞാറത്തറയിലേക്ക് കർത്താവിൻ്റെ ദാസൻ മാത്യു ഫിലിപ്പ് പാസ്റ്ററുടെ സഭയിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു നഷ്ടമാണെങ്കിൽ പോലും ഞങ്ങളത് സന്തോഷിക്കുന്നു. അവളുടെ വിവാഹ സമയമാകുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും അല്ലെങ്കിൽ ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിൽ നടക്കേണ്ടുന്ന ആ സന്തോഷത്തിൽ ഞങ്ങളും സഭയായി സന്തോഷിക്കുകയാണ്. പ്രത്യേക കുഞ്ഞുങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വേദപുസ്തകത്തിൽ നിന്നും ഒരു വാക്ക് വായിച്ച് അതിൽ നിന്നും കർത്താവ് എന്നോട് ഇടപെട്ട ചില കാര്യവും ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കുവെച്ച് വേഗത്തിൽ താണിരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നമുക്കറിയാം, ഇവർ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരാണ്. ആത്മനിറവോടെ കർത്താവിനെ ആരാധിക്കുന്നവരാണ്. നല്ല മാതൃകയോടെ ജീവിക്കുന്നവരാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് ഒത്തിരി ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല. അവരുടെ കുഞ്ഞുനാളിൽ മുതൽ സൺഡേ സ്കൂൾ കേട്ട് അവർ കർത്താവിൽ നന്നായിട്ട് അറിയാവുന്ന പ്രിയ കുഞ്ഞുങ്ങളോടാണ് ഞാൻ ഈ വാക്യത്തെ കൈമാറുന്നത്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിമെന്ന് അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ സഭയ്ക്ക് കൈമാറുമ്പോൾ അവിടെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ നിന്ന് നേടുന്നതിനെല്ലാം പരിമിതികളുണ്ട്. അതിനെല്ലാം ഒരവസാനമുണ്ട്. എന്നാൽ അവസാനമില്ലാത്ത ഒറ്റ ഒന്നേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയിൽ പുതുക്കത്തോടെ ജീവിക്കുക എന്നുള്ളത്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് കർത്താവ് തന്റെ ജീവിതത്തിൽ ഏത് മേഖലയിലും കൂടെ ഉണ്ടെങ്കിൽ അവൻ തളരത്തില്ല, അവൻ തളരത്തില്ല. എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. അക്സ എന്ന് വിളിക്കുന്ന, ഞങ്ങൾ അച്ചു എന്ന് വിളിക്കുന്ന പ്രിയ കുഞ്ഞിന്റെ ജീവിതത്തിൽ അവൾ ആത്മനിറവോട് കൂടി ദൈവത്തെ ആരാധിക്കുന്നത് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രവചനങ്ങൾ, ദൈവത്തിന്റെ സാന്നിധ്യമെല്ലാം അനുഭവിക്കുന്ന ഒരു ദൈവ പൈതലാണ് അച്ചു. വിജയെ കുറിച്ചും ഞാൻ കേട്ടത് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആമേൻ. കാരണം ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമുള്ളവൻ അവന്റെ ജീവിതത്തിൽ ഉയരങ്ങളെ കീഴടക്കുവാൻ കഴിയും. വചനം ഇങ്ങനെ പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഏത് വേദനയിലും ഏത് പ്രയാസത്തിലും നമുക്കൊരു ഉയർച്ച ലഭിക്കണമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ താണിരുന്നുകൊണ്ട്, കർത്താവിന്റെ ശബ്ദം കേട്ടുകൊണ്ട്, കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള നമുക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന പിതാവിന്റെ വലത്തുഭാഗത്തായിരിക്കുന്ന ആ ഒരു പദവിയിലും വലിയൊരു സാന്നിധ്യം അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിച്ചില്ല എങ്കിൽ ഇന്ന് നമ്മുടെ മുൻപിൽ ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ ഒരു കാര്യം ദൈവം വിളിച്ചറിയിക്കുകയാണ്. നമ്മളെല്ലാം വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു അനുഭവത്തിലാണ് നിൽക്കുന്നത്. അഥവാ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി ജീവിച്ച് അവൻ സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ ആത്മനിറവോടെയും വിശുദ്ധിയോടെയും ജീവിക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ ശ്രേഷ്ഠകരമായ ഒരു അനുഭവമുണ്ട്. അത് കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ ആ അരുമനാഥനോട് പറന്നുയരാമെന്നുള്ള ഒരു ആത്മീക സന്ദേശമാണ് അവിടെ നമുക്ക് കാണാൻ മനസ്സിലാക്കുന്നത്. മിച്ചയെ കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ കുഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു വിവാഹത്തോടുള്ള ബന്ധത്തിൽ ചെയ്യുവാനിടയായി തീർന്നു. ഓർക്കൊള്ളിച്ച് ഈ ഒരു സുദിനത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം ഒരു വിവാഹമുണ്ട്, നമുക്ക് ഒരു മണവാളനുണ്ട്. ആ മണവാളന് വേണ്ടി കാത്തിരിക്കുവാൻ ഇന്ന് എന്നെ കേൾക്കുന്ന ഈ സദസ്സിനകത്തായിരിക്കുന്ന പ്രിയമുള്ളവർ ആത്മനിറവോടെ അതിനുവേണ്ടി ദാഹിക്കുന്നുവെങ്കിൽ, കൊതിക്കുന്നുവെങ്കിൽ ആ സുദിനത്തിലേക്ക് നമുക്കും പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഈ എഫെസ്യ ലേഖനത്തിൽ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ എന്ന വാക്യം പറയുമ്പോൾ തന്നെ അതിന്റെ മുകളിൽ 5-ാം അധ്യായത്തിലെല്ലാം ഒത്തിരി കാര്യങ്ങൾ ദൈവരാജ്യത്തെ കുറിച്ച്, അഥവാ ഒരു വിവാഹിതയാകാൻ പോകുന്ന സ്ത്രീ എങ്ങനെയായിരിക്കണമെന്നും ഒരു വിവാഹം കഴിക്കുന്ന ഭർത്താവ് എങ്ങനെയായിരിക്കണമെന്നും അവൻ വ്യക്തമായി പറയുന്ന അവൻ ചില വാക്കുകൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇന്ന് പകലിൽ ഞാൻ വിജയോടും പ്രിയ അച്ചുവിനോടും പറയട്ടെ,
ഇന്ന് നല്ല നിങ്ങളെ ഇന്നിപ്പോ എന്തെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിലും നല്ല ബലൂണുകളുണ്ട്, അതിൽ 1, 2, 3, 4, 5 ഒക്കെ ഉണ്ട്. പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളോളം സൗന്ദര്യം ഇന്ന് പകൽ ഇതിനൊന്നുമില്ല അല്ലെ? അവരെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അവരുടെ നല്ല പുഞ്ചിരി, അവരുടെ ആ മനക്കോട്ടകളെ നമുക്ക് എന്താ പറയാ അവരുടെ മുഖത്ത് നിന്നും വായിച്ചറിയുവാനായിട്ട് കഴിയും. എന്നാൽ കുഞ്ഞുങ്ങളെ ഇതൊക്കെ പോകും, ഇതൊക്കെ മാറും. ഞങ്ങൾ ഇവിടെ നിന്ന് മാറും, ഈ സിറ്റുവേഷൻ എല്ലാം മാറും. പക്ഷേ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ, ചില കൈപ്പേറിയ അനുഭവത്തിലേക്ക് വരുമ്പോൾ തളർന്നു പോവാതിരിക്കണമെങ്കിൽ ആമേൻ, ആ ഒടുവിൽ ആമേൻ കർത്താവിൽ ശക്തിപ്പെടുവാൻ, അവന്റെ അമിത ബലം ധരിക്കുവാൻ തക്കവണ്ണം ആത്മനിറവോടെ ദൈവ സാന്നിധ്യത്തോടെ ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നു എങ്കിൽ ഏത് പ്രതിസന്ധികളിലും പിടിച്ചുയർത്തുന്നവന്റെ കരം നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ പറന്നുയരുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതിനെ വകവെക്കുവാൻ അതിനേക്കാൾ വലിയ കൃപ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് നൽകുവാനിടയായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ കല്യാണം കഴിഞ്ഞവരുണ്ട്, കഴിക്കാൻ പോകുന്നവരുണ്ട്. എനിക്കൊരു സന്ദേശമേ നിങ്ങളോട് പറയാനുള്ളൂ. എത്ര വലിയ പ്രയാസമാണെങ്കിലും ഞങ്ങളൊക്കെ പൊതു ശുശ്രൂഷയ്ക്ക് പോകുന്നവരാ. ഞങ്ങളുടെ മുമ്പിൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ഇങ്ങനെയുള്ളവരൊക്കെ കൗൺസിലിംഗിനായിട്ട് വരാറുണ്ട്. അവരുടെ കുടുംബം താളടിയായി വളരെ വേദനപ്പെട്ട് ജീവിക്കുന്ന അനുഭവം അവരുടെ ജീവിതത്തിലുള്ള ആ ഒരു സമയത്ത് അവർ എന്ത് ചെയ്യണമെന്നറിയാൻ അന്തിച്ചു നിൽക്കുന്ന സമയത്ത് ഞങ്ങളോട് ഉപദേശം തേടുവാനായിട്ട് വരും. ആമേൻ. ഞങ്ങൾക്ക് പറയുവാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, പക്ഷേ സകലതും ചെയ്യുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ കഴിയും. ഇന്ന് പകലിൽ സകലതും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയുന്ന ആ ദൈവസന്നിധിയിൽ അവന്റെ അമിത ഫലം ധരിച്ചുകൊണ്ട് ശക്തിയിൽ പുതുക്കപ്പെട്ടുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുവാൻ ഇന്ന് പകലിൽ ഈ ഒരു സന്ദേശം നിങ്ങളുമായി കൈമാറിക്കൊണ്ട് ഞാൻ എന്റെ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം ഈ കുഞ്ഞുങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ, ഈ ശുശ്രൂഷയെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വം കൊടുക്കട്ടെ. ഗായകസം നമുക്ക് വേണ്ടി ഗാനം ആലപിക്കും. ശ്രദ്ധയോടെ ഗാനങ്ങൾ കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇവിടെ കേൾക്കുന്ന ഗാനങ്ങളെല്ലാം നമ്മുടെ ആത്മീക വർധന കാരണമാകും. പാട്ടുകാരെ കൊണ്ടുവന്ന് പാടിച്ചതിലപ്പുറമായിട്ട് ശക്തമായി നമ്മുടെ ഉള്ളിൽ ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം ഈ ശുശ്രൂഷ അനുഭവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും. പ്രിയനേ നിന്നെ കാണുവാനാ എന്നുള്ളിൽ കൊതിയേറും ശാര
താഴ്വര പാടും പ്രേമനിലാവിൻ മധുകാരം പൂവിതളായൻ മാനസവനേ മാധുര്യമേ നീ വരുമോ പൂവിതളായൻ മാനസവനേ മാധുര്യമേ നീ വരുമോ പ്രിയനേ നിന്നെ കാണുവാനായി എന്നുള്ളിൽ കൊതിയേറുന്നേ പ്രിയനേ നിന്നെ കാണുവാനായി എന്നുള്ളിൽ കൊതിയേറുന്നേ മേഘമറവേ വിടരും അഴകായി സഖിനം കാത്തിരിക്കൂ മേഘമറവേ വിടരും അഴകായി സഖിനം കാത്തിരിക്കൂ പ്രിയനേ നിന്നെ കാണുവാനായി എന്നുള്ളിൽ കൊതിയേറുന്നേ ദൈവനാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ. നല്ല ദൈവനെ കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ആത്മീക വർധന വരുത്തത്തക്ക നിലയിൽ കർത്താവിന്റെ വചനം സംസാരിച്ച ദൈവദാസൻ നന്ദിയെ ഈ അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയ ഒരു അത്ഭുതമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളോട് സ്വതന്ത്രം കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ. ഒരു ആത്മീയ ശുശ്രൂഷ നമ്മുടെ ജീവൻ നമ്മളൊക്കെ ഇരുപ്പാണ് ഇപ്പം പൊട്ടിപ്പോകുന്ന രീതിയിൽ എന്തോ വലിയൊരു വിമ്മിഷ്ടം, എന്തോ ഒരു സംഭവിക്കുന്നു, എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതായ ഒരു വലിയ ചിന്തയാണ്. ഇവര് ചിരിച്ചോടെ ഇരിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചിരിക്കുന്നില്ല. സന്തോഷമുണ്ടോ എല്ലാവർക്കും? സ്വത്രം. കർത്താവ് നമ്മളെ ശക്തമായി അനുഗ്രഹിക്കട്ടെ. കാരണം നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് എന്നറിയാവോ, നമ്മുടെ മക്കളുടെ വിവാഹത്തിന്റെ കാര്യങ്ങളെ ഇതുവരെ ക്രമീകരിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. സ്വത്രം. ഇവിടെ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പറഞ്ഞനുസരിച്ച് അവര് ചെയ്തതോടെ ദൈവത്തെ സ്തുതിക്കണം. എത്ര തലമുറകളാണ് നശിച്ചു പോകുന്നത്, സ്വന്തം അപ്പനും അമ്മയും പറഞ്ഞത് അനുസരിക്കാതെ ഇഷ്ടമുള്ള വഴിയിൽ ജീവിച്ച് ഇഷ്ടമുള്ളതിനെ കെട്ടിക്കൊണ്ടുവരുന്ന ഒരു കാലമായത്. പക്ഷെ നമ്മുടെ തലമുറകൾ ഇവിടുത്തെ മാതാപിതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ചെയ്തതോർത്ത് ഇന്ന് പകൽ ഒത്തിരി നന്ദി പറയണം, ദൈവത്തോട് നന്ദി പറയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സന്തോഷത്തോടെ ഇരിക്കാൻ. സ്തോത്രം. കർത്താവ് നമ്മളെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. കുടുംബ ജീവിതത്തിന്റെ നല്ല അനുഭവങ്ങളിൽ പ്രവേശിക്കുവാൻ പോകുന്ന പ്രിയ രണ്ടു പേർക്കും ഒത്തിരി ആശംസകൾ അറിയിക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എല്ലാ നന്മയും തരട്ടെ. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗസ്റ്റ് ഇവർ അല്ലേ? ആണോ? ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഗസ്റ്റ് ഇവര്. കാരണം നമ്മൾ ഇവർക്ക് വേണ്ടിയാ ഇന്ന് ഇവിടെ വന്നത്. ആണോ അല്ലയോ? ആണോ? പാസ്റ്റർ പറഞ്ഞു വാങ്ങുമെന്ന്. ദൈവദാസ ഒത്തിരി യാത്ര ചെയ്താ വന്നത്. അത്രയും കൂടുതൽ യാത്ര വന്ന ആരും കാണാൻ സാധ്യതയില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ദൈവദാസൻ വന്നത്. ഞാൻ ഇന്നലെ വൈകിട്ട് അല്ലെങ്കിൽ ഉച്ച സമയത്ത് വിളിക്കുക, അദ്ദേഹം പറയാണ്, എടപ്പാളി 2 മണിക്കൂർ ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുമായിരുന്നു. 2 മണിക്കൂർ. അപ്പൊ ചിന്തിച്ചോണം എത്ര കഷ്ടപ്പെടാ വന്നത്. പ്രിയ മനുഷ്യന്റെ സഹോദരന്മാരൊക്കെ വളരെ ദൂരെ നിന്ന് കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാ? നമ്മളെ പരസ്പരം കാണാൻ വേണ്ടിയൊന്നുമല്ല. ആണോ? നമ്മുടെ ഈ മക്കളുടെ വിവാഹത്തിന്റെ കാര്യങ്ങൾ ഏറ്റവും നല്ലതുപോലെ ഏറ്റവും ഭംഗിയായി ദൈവത്തിന്റെ സാന്നിധ്യത്തില് അതും നല്ലതുപോലെ ചെയ്യുവാനാ നമ്മളിവിടെ വന്നത്. സ്തോത്രം ചെയ്യാൻ നമുക്കൊന്ന്.
എന്നിട്ടും പാസ്റ്റർ ഒരു കുലുക്കവും ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ദൈവത്തിന്റെ പ്രവൃത്തിയെ ഓർക്കുന്ന പകൽക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ തലമുറകൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നത് നമ്മുടെ തലമുറയിൽ അവൻ കാണുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ അതിനു വേണ്ടി സമർപ്പിക്കുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. അതിനുവേണ്ടി ആത്മാർത്ഥതയോടെ ഇന്ന് പകൽ പ്രാർത്ഥിപ്പാൻ കഴിയട്ടെ. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും ആമേൻ 199 പേരും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരാ. അതുകൊണ്ട് സന്തോഷത്തോടെ പറ, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്റെ ദൈവം ഇതുവരെയും അനുഗ്രഹിച്ചു. ആമേ. അനേക കുടുംബങ്ങൾ തകർന്നു പോകുമ്പോൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു കുടുംബമായി ഞങ്ങളുടെ കുടുംബത്തെ, കുഞ്ഞുങ്ങളുടെ കുടുംബത്തെ മാറ്റണമേ എന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ കഴിയട്ടെ. ഒത്തിരി കുടുംബങ്ങൾ ഞങ്ങൾക്കറിയാം. പ്രിയ ദേവദാസൻ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ ദേവദാസന്മാർ, ഇവിടെയൊക്കെ ദേവദാസന്മാർ ഇരിപ്പുണ്ടല്ലോ. ഞങ്ങളെല്ലാം പല ഭവനങ്ങളിൽ കയറി ഇറങ്ങുമ്പോൾ ഒത്തിരി കുടുംബങ്ങൾ തകർന്നു പോകുന്ന ഒരു കാലത്താണ് ഈ കുഞ്ഞുങ്ങളുടെ കുടുംബത്തെ ആരംഭിക്കുന്നത്. അതിനു പുറകിൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയണം, നിലവിളിപ്പാൻ കഴിയണം. ഇവരെ കർത്താവാണ് യോജിപ്പിക്കുന്നെങ്കിൽ ഇവരുടെ മരണം വരെ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വരവരെ ഇവർ വിശ്വസ്തയോടെ ജീവിക്കണം. ഞാനും പ്രിയ മിജോയും കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയി. ഞങ്ങൾ അവിടെ അദ്ദേഹത്തെ കണ്ടു ചെന്നപ്പോൾ ഞാൻ ഒട്ടും അങ്ങനെ പ്രതീക്ഷിച്ചില്ല അദ്ദേഹം ആ സ്റ്റേജിൽ അങ്ങനെയാകുമെന്നുള്ളത്. എന്നാൽ അതിന് ഞാൻ ശേഷം അദ്ദേഹത്തെ വിളിച്ചു. ആരുമാകട്ടെ എന്തുമാകട്ടെ, ഒത്തിരി ബിസിനസ് ഉള്ള ഒരു വ്യക്തിയാണ്. വയനാട് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ബിസിനസ് ചെയ്ത വ്യക്തിയാണ്. ഞാൻ ശേഷം വിളിച്ചപ്പോൾ സംസാരിച്ചു. അദ്ദേഹം വേദനയോടെ പറഞ്ഞു, പാസ്റ്ററെ, എന്റെ കുടുംബം തകർന്നു പോകും. പണമുണ്ട്, സാമ്പത്തികമുണ്ട്, എല്ലാ മേഖലകളിലും ഒത്തിരി സ്വാധീനങ്ങളുണ്ട്. പക്ഷെ എന്തു പോയി? കുടുംബജീവിതം തകർന്നു പോയി. രണ്ടും രണ്ട് വഴിക്ക്. ഞങ്ങളോട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ ഓർക്കണം, ഒത്തിരി കുടുംബങ്ങൾ തകർന്നു പോകുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പണത്തിന് പണമുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ കുടുംബജീവിതം തകർന്നു പോയാൽ പണം കൊണ്ട് അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, ദൈവസന്നിധിയിൽ ദൈവത്താൽ സ്ഥാപിതമായ, ദൈവത്താൽ അടിസ്ഥാനമിട്ടതായ നല്ലൊരു ജീവിതം നയിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രിയ ദേവദാസിന് സമയത്തെ കൈമാറി. നമുക്കറിയാം, കോവിഡും മറ്റു മഹാമാരിയും ഉള്ളത് ഒത്തിരി പ്രതികൂലങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. കൊണ്ട് ഞങ്ങൾ ദേവദാസന്മാർ നമുക്ക് എത്രയും പെട്ടെന്ന് നിർത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നിർത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അധിക സമയമൊന്നും എടുക്കുന്നില്ല. പ്രാർത്ഥനയോടെ നമുക്ക് 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ് പ്രിയ ദേവദാസിന് സമയത്തെ വേർതിരിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രിയ ദേവദാസിനെ കാണുവാനൊക്കെ ഇടയായി തീർന്നു. തിരി പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു. എങ്കിലും കർത്താവ് സഹായിച്ചു. പ്രത്യേകിച്ച് ഇരു കുടുംബത്തിൻ്റെയും ആഗ്രഹമായിരുന്നു പ്രിയ ദേവദാസൻ വിവാഹ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത്. പ്രിയ ബെന്നിപ്പാസയും ജുമിനി ആൻ്റിയുടെയും പ്രിയ ജോയിച്ചാൻ്റെയും ആൻ്റിയുടെയൊക്കെ ആഗ്രഹമായിരുന്നു മിജോയുടെ വിവാഹം യുവദാസ് നടത്തുക എന്നുള്ളത്. അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് തെന്നടി കുടുംബത്തിലെ മറ്റ് 2 വിവാഹം കൂടി പാസ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കുടുംബമായിട്ട് ആത്മാർത്ഥമായ ഒരു ബന്ധമുള്ള ദേവദാസനാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ദേവദാസനെ കിട്ടിയതോടെ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയട്ടെ. ഇല്ലായിരുന്നുവെങ്കിൽ ആമേൻ വേറൊരാളെ കർത്താവ് ഒരുക്കിയേനെ. എന്നാൽ അതിലും ശ്രേഷ്ഠമായ നിലയിൽ കർത്താവ് പ്രിയ ദേവദാസനെ ഒരുക്കി. അതുകൊണ്ട് ഒത്തിരി നമുക്ക് പ്രാർത്ഥിപ്പാൻ. ശരീരത്തിൽ ക്ഷീണനാണെങ്കിലും കർത്താവ് ശക്തിയും ബലവും ഒക്കെ കർത്താവ് കൊടുത്ത് വലിയ നല്ല നില ആത്മീക ശുശ്രൂഷകളെ ജീവൻ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, കുടുംബജീവിതത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒത്തിരി പേരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവം സ്ഥാപിച്ച കുടുംബങ്ങളെല്ലാം അനുഗ്രഹത്തോടെ ജീവിച്ചു എന്നും
നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തില് നമുക്ക് വളരെ വ്യക്തമായി കാണുന്ന വേദഭാഗം അവിടെയുണ്ട്. സമയത്ത് പിന്നെ വായിക്കേണ്ട ആവശ്യമില്ല. അവിടെ മുതൽ കർത്താവ് എന്ത് ചെയ്തു? കുടുംബ ജീവിതത്തെ സ്ഥാപിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയിരുന്നു. ദൈവമാണ് കുടുംബ ജീവിതത്തെ സ്ഥാപിച്ചത്, ഒരു മനുഷ്യനല്ല കുടുംബ ജീവിതത്തെ സ്ഥാപിച്ചത്. കുടുംബ ജീവിതത്തെ സ്ഥാപിച്ചത് ദൈവമാണെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ വ്യക്തമായി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് എന്നല്ല, നന്നല്ല എന്ന് ആര് കണ്ടു? മനുഷ്യനല്ല കണ്ടത്, ദൈവം കണ്ടു. ദൈവം കണ്ടത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്? തക്കതായ ഒരു തുണയെ, അവൻ ഏറ്റവും യോഗ്യമായ, എന്റെ ഒരു ചിന്തയിൽ പറഞ്ഞ ഏറ്റവും മാന്യമായ ഒരു സഹോദരി എന്ത് ചെയ്തു? ദൈവം കൊടുത്തു. അതുകൊണ്ട് വിജയൊക്കെ പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. ദൈവം സമയമായപ്പോൾ എന്ത് ചെയ്തു? തക്ക തുണയെ ദൈവം തന്നിരിക്കുന്നത്, അല്ലേ? അല്ലേ? തലയൊന്നും ആട്ടുന്നില്ല. അതെ, തക്കതായ തുണ. ഞാൻ വാശുശ്രൂഷൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഓപ്പണായി ചോദിക്കുന്നു. ഒത്തിരി വാശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഏറ്റവും യോഗ്യമായ തക്ക തുണയാണ് ഇന്ന് മകൻ വിജയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയത്. അതുപോലെ അക്ഷയ്ക്ക് വേണ്ടിയും ഏറ്റവും യോഗ്യമായ ഒരു സഹോദരനെയാണ് ദൈവം ഒരുക്കിയത്. ഇവർ തമ്മിൽ വിവാഹിതനാകണമെന്നുള്ളത്, ഇവർ തമ്മിൽ കുടുംബം നയിക്കണമെന്നുള്ളത് നമ്മളെക്കാൾ അപ്പുറമായിട്ട് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. സ്വത്രം ബെന്നിപ്പാസൊക്കെ ഇവിടുത്തെ ഈ സഭയിൽ അല്ലെങ്കിൽ ഫുൽഗോം സഭയിലെ പണ്ടത്തെ ശുശ്രൂഷകനായിരുന്നു, എനിക്ക് നേരത്തെ അറിയാം. അപ്പോൾ ഇവരെ ഈ കുടുംബം തമ്മിൽ ചെറുപ്പം മുതലേ അറിയാമെങ്കിലും ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഇവർ ആരും എന്ത് ചെയ്തില്ല, വിചാരിച്ചു പോലുമില്ല. ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പ്ലാനും ദൈവത്തിന്റെ ഒരു പദ്ധതിയും വേണം. വിജോ ഒത്തിരി 1-2 പെണ്ണെ കണ്ടിട്ടുണ്ടാകാം, അല്ലെ? കണ്ടിട്ടുണ്ടാകാം. പ്രായമാകുമ്പോൾ നമ്മൾ അത് ചെയ്യുന്നു, അത് നമ്മുടെ കടമയാണ്. പക്ഷെ അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അവസാനം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവം എന്തോ അക്സയെ കർത്താവ് ഒരുക്കി എന്നുള്ളത്. അക്സയ ആരാ? ബൈബിൾ വായിക്കുന്ന പേരുണ്ടല്ലേ, ആരാ? നല്ല ഒരു ഭക്തനായ മനുഷ്യന്റെ മകൻ. അക്ഷയ്ക്ക് ഒത്തിരി കാര്യങ്ങള് നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, ഒത്തിരി ചരിത്രങ്ങൾ വായിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഒരു തലമുറയായിരുന്നു അക്സ. തന്റെ മാതാപിതാക്കന്മാർ കീഴ്പ്പെട്ട് ദൈവത്തോട് ചേർന്ന് നടന്ന ഒരു ഭക്തന്റെ മകളായിരുന്നു അക്സ. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ദാസനായ ബെന്നിപ്പാസ്റ്റർ ജോമിനിയായിരിക്കുന്ന തലമുറയെ കൊടുത്തപ്പോൾ അക്സ എന്ന് പേരിട്ടതിലും അർത്ഥങ്ങൾ കുറെയുണ്ട്. ചെറിയ ദൈവദാസന്റെയും ദൈവദാസിയുടെയും കൂടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവർ പോകുമ്പോൾ അവരോട് കൂടെ ഇറങ്ങി തിരിച്ച് അവർക്ക് വേണ്ടി മാതാപിതാക്കളോട് പ്രാർത്ഥിച്ച് സുവിശേഷ വേലയുടെ കഷ്ടതയും പ്രയാസവും ദുഃഖവും, അന്നത്തെ കാലത്ത് പട്ടിണിക്ക് ഉണ്ടാകാം, പട്ടിണി കിടന്ന ഒരു കാലം പുറകിലുണ്ട്. പക്ഷെ അതെല്ലാം കർത്താവ് ഇന്ന് പകൽ നന്മയ്ക്കായി ചെയ്തു എന്നുള്ളതാണ്. സ്വത്രം. ഒത്തിരി മാതാപിതാക്കന്മാർ, പ്രത്യേകിച്ച് സുവിശേഷകന്മാരുടെ മക്കള് ഒത്തിരി കഷ്ടം സഹിച്ചാ വളരുന്നത്. വീടും അതുപോലെ സൗകര്യമില്ലാത്തതുകൊണ്ട് ആ പാസേജ് കാണും, 1-2 മുറിയും കാണും. അപ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ദേവദാസന്മാർ ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഒത്തിരി ബുദ്ധിമുട്ട് സഹിച്ചാ വളർത്തുന്നത്. വിശ്വാസികൾക്ക് നല്ല വീടും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പാസേജ് വളരെ ചെറുതായിരിക്കാം. ഒത്തിരി കഷ്ടപ്പെട്ടാണ് അവരെന്ത് ചെയ്തത്? ഈ കുഞ്ഞിനെ വളർത്തിയെടുത്തത്. പക്ഷെ ദൈവസമയമായപ്പോൾ നല്ലൊരു ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ തമ്പുരാന് കരുണ തോന്നി. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം ദൈവം സ്ഥാപിച്ചതാകയാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചും ദൈവത്തോട് നന്ദി പറഞ്ഞും വിശ്വസ്തയോടെ ജീവിപ്പാൻ കർത്താവ് നിങ്ങളെ ആത്മാർത്ഥമായി സഹായിക്കുമാറാകട്ടെ. നമുക്കറിയാം, എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനവും പത്രോസിലും ഒക്കെ വായിക്കുമ്പോൾ അവരുടെ കുടുംബജീവിതത്തെ കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അവർ പറയുകയാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം, ബഹുമാനിക്കണം, കരുതണം. ആ ഒരു നല്ലൊരു കാഴ്ചപ്പാട് ഇന്ന് പകൽ നിങ്ങൾക്കുണ്ടാകണം. എന്റെ കുടുംബജീവിതമാണ് എനിക്ക് പ്രാധാന്യം, മറ്റൊന്നുമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് വിശ്വസ്തയോട് മുൻപോട്ട് പോകുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.
ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്ത് ചെയ്യണം? ബിജോ, പ്രിയ സഹോദരനെ സ്നേഹിക്കണം. കണ്ടേ, ക്രിസ്തുവിന്റെ സഭയെ സ്നേഹിച്ചത് സ്വന്തം രക്തം ഊറ്റി നമ്മളെ സ്നേഹിച്ചു. സ്തോത്രം. ഞാൻ ഈ ചിന്തിച്ചൊരു കാര്യമാണ്, ആരുടെയും മകനെ കൊണ്ടില്ല. ഒരു ക്രൂശികൻ നമ്മുടെ മകനെ വിടുവോ? ക്രൂശ് ചുമപ്പാൻ നമ്മുടെ മകനെ ആരും വിടത്തില്ല. വിടുവോ? ഇല്ല. അവസാനത്തുള്ളി രക്തം വരെയും നമ്മുടെ പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ നമുക്ക് ഒഴുക്കി നൽകി തന്നു. അതുപോലെ ആത്മാർത്ഥമായി എന്ത് ചെയ്യണം? ഭാര്യയെ സ്നേഹിക്കണം, അവളെ ബഹുമാനിക്കണം, അവൾക്കോടെ സകല കൈത്താങ്ങൾ കൊടുക്കണം. വിശ്വസ്തയോടെ നിങ്ങൾ മുൻപോട്ട് പോകണം. എന്നിട്ട് കാര്യം പറയട്ടെ, മലാഖയുടെ പുസ്തകം വായിക്കുന്ന ഇങ്ങനെയാണ്, നിന്റെ യൗവനത്തിലെ ഭാര്യയോട് ഒരിക്കലും എന്ത് ചെയ്ത് അവിശ്വസ്തത ജീവിതത്തിൽ ഒരു നിമിഷം പോലും എന്ത് ചെയ്ത് അവിശ്വസ്തത കാണിക്കരുത്. വിശ്വസ്തയോടെ മുൻപോട്ട് പോകാം. ജീവിതത്തില് ഇന്ന് വരെ പല അവിശ്വസ്തതകളോ നുണകളൊക്കെ ഒരുപക്ഷെ നമ്മളൊക്കെ പറയുന്നതായിരിക്കും പറഞ്ഞിട്ടുണ്ടാകാം. എവിടെ പോയതാ? ഇവിടം വരെ പോയതാ അല്ലെ? ഇനി മുതൽ അങ്ങനെ പറയരുത്. ഇന്നലെ മുതൽ എന്ത് ചെയ്താ? ഇന്ന് മുതൽ ഒരു പുതിയ ജീവിതമാണ്. ഇന്നലെയൊക്കെ നമുക്കറിയാം, ഇന്നലെ മുതൽ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അത്യാവശ്യം കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇന്നലെ പ്രിയ ദൈവദാസൻ മനസ്സിൽ പറഞ്ഞു, തലമുറയെ കുറിച്ച് പറഞ്ഞു. 12 മണിക്ക് വന്നാൽ അപ്പനും അമ്മ എന്ത് ചെയ്യത്തില്ല? വിജയവരും നല്ല കഥ പറയുന്നത്. ഞാൻ നമ്മള് ദുർവാഖ്യാനിക്കണ്ട. നമ്മുടെ തലമുറ എല്ലാം ഇന്ന് പകുതി പേരെന്താണ്? പാതിരാത്രി കയറി വരും. അപ്പനും അമ്മ ഇത് എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. ചോദിച്ചാൽ പറയും ഇന്നടുത്ത് പോയി എന്ന് പറയും. പക്ഷെ ഇനി മുതൽ എന്തില്ല? അങ്ങനെയല്ല. ചോദിക്കാൻ ഒരാള് ഉണ്ട്, ചോദിക്കാൻ കൂടെ ഒരാളുണ്ട്. ഒരു 10 മിനിറ്റ് താമസം അങ്ങനെ എന്ത് ചെയ്യും? ഫോൺ വിളി വരും. എവിടെയാ ഉള്ളത്? വേഗം വരണം. അപ്പോൾ ഇവിടെ എത്തിയിരിക്കും. അതുകൊണ്ട് വിശ്വസ്തയോടെ മലാഖയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിങ്ങനെ, നിന്റെ യൗവനത്തിലെ ഭാര്യയോട് നീ ഒരിക്കലും എന്ത് ചെയ്യരുത്? അവിശ്വസ്തത കാണിക്കരുത്. വിശ്വസ്തയോടെ മുൻപോട്ട് പോകുന്ന നല്ല കുടുംബമാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളാരാ? ഇപ്പോൾ നിങ്ങൾ നിയുക്ത വരനും നിയുക്ത വധുവും. കുറച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആരാകും? ഒരു ഭാര്യയും ഒരു ഭർത്താവുമാകും. അതിനേക്കാൾ കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾ ആരാകും? ഒരപ്പനുമാകും, ഒരമ്മയാകും. പിന്നെ ആരാകും? ഒരു വല്യപ്പനും ഒരു വല്യമ്മയും. അതിനുശേഷം ഒരമ്മായിപ്പനും ഒരമ്മായിയും. ഇത് കർത്താവിന്റെ വരവ് താമസിച്ചാൽ അവിടം വരെ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസ്തയോടെ ദൈവത്തെ സ്നേഹിക്കണം. ഇത്രയും ഡീപ്പായി താൻ പറയാൻ കാരണം അറിയാവോ? ഇന്ന് അവിശ്വസ്തത കാണിക്കുന്നു പറഞ്ഞാൽ പ്രായമാവുമ്പോൾ എന്ത് ചെയ്യും? അത് അന്നല്ല പറഞ്ഞത്. ഇന്ന് കൂട്ടി യോജിപ്പിക്കുന്ന ഈ നിമിഷം മുതൽ ഒന്നുകിൽ എന്റെ കർത്താവിന്റെ വരവ് അല്ലെങ്കിൽ നിങ്ങളുടെ മരണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വിശ്വസ്തയോടെ മുൻപോട്ട് പോകുക. അനേകർക്ക് മാതൃകയുള്ള നല്ലൊരു ജീവൻ നയിപ്പാൻ കർത്താവ് നിങ്ങളെ ആത്മാവിനാൽ ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്, ഞാൻ നിർത്തുകയാ. ഇന്ന് ഒറ്റ കാര്യമുള്ളൂ, ജീവിതത്തിൽ കുടുംബ ജീവിതത്തില് ഒരു അവിശ്വസ്തതയും പാടില്ല. അവൻ ഫോണുണ്ട്, നെറ്റ്വർക്കുണ്ട്, ഇഷ്ടംപോലെ നമുക്കറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് പകലതിനെ ഒന്നും വിശദീകരിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവം സ്ഥാപിച്ച കുടുംബ ജീവിതത്തിൽ വിശ്വസ്തയോടെ ജീവിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കുവാനായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഈ കുടുംബജീവിതത്തിൽ കർത്താവ് ഒരുക്കിയെടുക്കുവാൻ വിശ്വസ്തയോടുകൂടെ അവിശ്വസ്തത ഒരിക്കലും കാണിക്കാതെ ജീവിത വിശുദ്ധിയിൽ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ കർത്താവിനെ സഹായിക്കേണ്ടതിന് നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി വിവാഹ ശുശ്രൂഷ നാം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടിയും നമ്മുടെ ജീവിതത്തെ ഈ കേട്ട ദൈവത്തിന്റെ ആലോചനയിൽ നല്ലൊരു ജീവൻ നയിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കേണ്ടതിന് വേണ്ടിയും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അലക്സ് പാസ് മുമ്പോട്ട് കടന്നു വന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും.
പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമാകുന്ന കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ഒരുക്കി തന്ന ഈ വിലയേറിയ അവസരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. തുടർന്ന് നടക്കുവാൻ പോകുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ശുശ്രൂഷ കർത്താവെ നിർവഹിക്കുന്ന അവിടുത്തെ ദാസനെ അഭിഷേകം ചെയ്യണമേ. പ്രിയേക ദൈവത്തിന്റെ സാന്നിധ്യവും ദൂതന്മാരുടെ സാന്നിധ്യവും കൊണ്ട് കർത്താവെ ഈ ശുശ്രൂഷയെ മനോഹരമാക്കണമെന്ന് ഞങ്ങൾ അങ്ങയിൽ ആശ്രയിച്ച് അങ്ങോട്ട് അപേക്ഷിക്കുന്ന കർത്താവെ. ആരംഭം മുതൽ അവസാനം വരെയും അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മളെ സഹായിക്കുന്നൊരു 4 വരികൾ ഒരു പാടും. അപ്പോഴത്തെ ദൈവദാസൻ വരും. കർത്താവ് നമ്മളെ സഹായിക്കും. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ, പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, തിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ, തിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. തുടർന്ന് നമ്മൾ വിവാഹ ശുശ്രൂഷയിലേക്ക് നമ്മുടെ സമയത്തെ വേർതിരിക്കുകയാണ്. നമ്മൾ 10:30 വിവാഹ ശുശ്രൂഷ തുടങ്ങിയത്. അതുകൊണ്ടാണ് അല്പസം മുൻപോട്ട് പോകുന്നത്. ഇവിടെ തന്നെയാണ് ഭക്ഷണവും കാര്യം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ തീരുമാന സമയത്തിനകത്ത് തന്നെ എന്ത് ചെയ്യും, നമ്മുടെ കാര്യങ്ങൾ നിർത്തും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മളെ സമർപ്പിക്കാം. പ്രിയ ജോർജ് കുട്ടി പാസ്റ്റർ, ഞാൻ അദ്ദേഹത്തെ മുഖവരി ഒന്നും പറയുന്നില്ല. എന്നേക്കാളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതിവാസം എന്ത് ചെയ്യാം അറിയാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേകിച്ച് ക്ഷണം സ്വീകരിച്ചാണ് എത്തിയത്. എന്നോട് ദേവദാസൻ പറഞ്ഞു, അക്ഷയുടെ ആഗ്രഹമായിരുന്നു പ്രിയ ദേവദാസൻ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ആഗ്രഹം മാനിച്ച് ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭയും അതിന് അനുവാദം കൊടുക്കുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാനാണ് വിവാഹ ശുശ്രൂഷ ചെയ്യേണ്ടത്. അപ്പോൾ ദേവദാസന് ഇവർ പറഞ്ഞ അനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ ഇവരുടെ കുഞ്ഞുങ്ങളുടെ
അനുഗ്രഹം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ താല്പര്യം നമ്മൾ മാനിച്ച് ആ കാര്യങ്ങൾ അവര് ഞങ്ങൾ ചെയ്തു. അതുകൊണ്ടുള്ള സമയങ്ങൾ പ്രിയ പാസ്റ്ററെ വിവാഹ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ കരങ്ങളെ അടിച്ച് പ്രിയ ദേവദാസനെ ബഹുമാന പുരസ്കാരം നമുക്ക് സ്വീകരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നേരത്തെ തീരുമാനിച്ചെങ്കിലും ഇന്ന് ഇവിടെ നിൽക്കുവാൻ എനിക്ക് കഴിയുമോ എന്ന് അല്പം ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിനെ ബലപ്പെടുത്തി. സ്തോത്രം. എന്ന് പറയുമ്പോൾ ഒത്തിരി വെല്ലുവിളികൾ അനുഭവിച്ചൊരു മനുഷ്യനാണ് ഞാൻ. എന്നെ അറിയുന്നവർക്ക് അറിയാം. 80 മുതൽ വയനാട്ടിലെ പല ഭാഗത്തും ധാരാളം പ്രവർത്തിക്കുകയും ആദ്യം ചെയ്തതാണ്. പഴയ സഹപ്രവർത്തകരെ എനിക്കറിയാം. വേദിയിൽ ഓടിച്ചയക്കുന്ന പാസ്റ്ററും ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്നെ അറിയാത്തത്. അല്ലെങ്കിൽ കുറച്ച് ഇവിടുത്തെ പാസ്റ്റർ അന്നലെയാണ് കണ്ടത്. പ്രിയ സുജേഷിനെ ചില നാളുകൾക്ക് മുമ്പ് പരിചയപ്പെട്ടു. മറ്റേ ആളുകൾക്ക് എന്നെ അറിയാം. എല്ലാവരെയും ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. എനിക്ക് ഒരു ചെറിയ പരുക്കേട് പറ്റി. ഈ കഴിഞ്ഞ മാസം 12-ാം തീയതി തിരുവനന്തപുരത്തായിരുന്നപ്പോ ഒരു സ്ട്രോക്ക് വന്നു. അത് ഞാന് കഴിഞ്ഞ 50 വർഷമായിട്ട് കർത്താവിനെ കണ്ടെത്തിയ നാൾ മുതൽ മരുന്ന് ചെയ്തിട്ടില്ല. ഇനിയും എന്ത് വന്നാലും വൈദ്യശാസ്ത്രത്തിൽ ആശ്രയിക്കില്ല എന്ന് തീരുമാനിച്ചതാണ്. ഒത്തിരി സമ്മർദ്ദങ്ങൾ വന്നു. എന്നാല് ഒന്നിനും വഴങ്ങിയില്ല. ഇതുവരെ കർത്താവ് സഹായിച്ചു. ഇനിയും സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അസുഖം വന്നപ്പോഴേക്ക് തിരുവനന്തപുരത്തെ ആശുപത്രി അഡ്മിറ്റ് ആണെന്നും വളരെ സീരിയസ് ആണെന്നും പലരും പറഞ്ഞു. ഈ നല്ലത് പറയാൻ ആള് കാണത്തില്ലല്ലോ, അങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ വിവാദത്തിൽ പങ്കെടുക്കാമെന്നുള്ളത് എനിക്ക് എന്റെ നിർബന്ധമാണ്. ഇന്നലെ രാവിലെ വരെ സാധിക്കുമോ ഇല്ലയോ എന്ന് സംശയം ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും പുറപ്പെട്ടു. യാത്രയില് അല്പം ബുദ്ധിമുട്ടുള്ള അനുഭവപ്പെട്ടു. ആദ്യമായിട്ടാണ് കാർ യാത്രയിൽ പോലും എനിക്ക് അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. നോക്കണം, കാറ് ഇവിടെ വന്ന് ഇവിടെ എത്തി ഒരു കുഴപ്പമില്ല. ചുരത്തിലും വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോ കാറും കേടായി. ഈ അതിന്റെ പണി നോക്കണം. അത് താരമില്ല, കല്യാണം നടക്കുമല്ലോ, സ്തോത്രം. ചിലപ്പോൾ ഒരു ദിവസം വീട്ടുകാർക്ക് ഭാരമായിരിക്കും, അത്രേ ഉള്ളൂ. എന്നാലും ഞാൻ ഇവിടുന്ന് ഓർക്കായിരുന്നു, തന്റെ കുടുംബത്തില് ഞാൻ 2 കല്യാണം നടത്തിയിട്ടുണ്ട്. ക്ഷമിക്കണം, ഈ ഞാൻ സംസാരിക്കുന്നവനെയാണ് അവർ കിട്ടിയെന്നൊക്കെ ചിലപ്പോ ചെല്ലു പറയും. ഇന്നിങ്ങനെ പറയാൻ പറ്റുള്ളൂ. ബെന്നിന്റെയും ജോബിന്റെയും വിവാഹത്തിന് ഞാനാ പ്രസംഗം ചെയ്യും. പ്രസംഗം മാത്രമല്ല, പ്രസംഗിച്ചങ്ങ് നീട്ടി. കാരണം ഒരു പുള്ളിക്കാരൻ നടത്തിയാലേ വിവാഹമാകുമെന്ന് അവർക്ക് ധാരണ. ബെനിക്ക് ജോലിക്കും അല്ല, അദ്ദേഹത്തിന് ധാരണ. അദ്ദേഹം വരുന്നത് വരെ 40 കിലോമീറ്റർ യാത്ര ചെയ്ത് വരുന്നത് വരെ നീട്ടി. അപ്പോ അവരുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുപ്പാൻ കർത്താവിനെ സഹായിച്ചു. വളരെ മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിവാഹം. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 45 വർഷത്തിൽ വർഷം കഴിഞ്ഞു. ഒന്നും കാണാതെ, ഒന്നുമില്ലാതെ, ആരും എനിക്കൊന്നുമില്ല, എന്റെ ഭാര്യയ്ക്കൊന്നുമില്ല, കുടുംബജീവിതത്തിൽ പ്രവേശിച്ചതാണ്. പക്ഷെ കർത്താവ് വിശ്വസ്തനായി.
രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചാൽ, ശ്രദ്ധിച്ചാൽ, രണ്ടേ രണ്ട് കാര്യം വരും. നീ കൂടുതലൊന്നും പറയാൻ ആഗ്രഹമില്ല. രണ്ടേ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുടുംബം ഭദ്രമാവും. ഒന്നും ചോദിക്കുമല്ല പറയും. അതിന്റെ സാങ്കേതിക വശങ്ങൾ ഒന്നും കിടക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല, ഞങ്ങൾ നിർത്തണമെന്ന് ഉദ്ദേശിച്ച തീരുമാനിച്ച സമയമായി. ഒറ്റ വാക്കിൽ പറയുക, ദൈവ വചനപ്രകാരം ജീവിച്ചാൽ അങ്ങനെയുള്ള ഒരൊറ്റ വ്യക്തിയുടെയും കുടുംബം തകരുകയില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് ഈ മൈക്കോ കീബോർഡോ ഏത് സാധനം വാങ്ങിച്ചാലും ശരി, വാങ്ങിയത് കഴിഞ്ഞിട്ട് ബില്ല് തരുന്ന കൂട്ടത്തിൽ വേറൊരു സാധനം കൂടെ തരും. ഗ്യാരണ്ടി കാർഡ് മാത്രമല്ല, വേറൊരു സാധനം കൂടെ തരും. എന്താണെന്നറിയാവോ? അത് അതിന്റെ ബുക്ക് അതിന്റെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ഹാൻഡ് ബുക്ക്, കൊച്ചു പുസ്തകം. അത് കയ്യിൽ വെച്ച എനിക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞാൽ അപകടമാണ്. അതുപോലെ മനുഷ്യനെ നന്നായി ജീവിക്കാൻ, ശ്രേഷ്ഠമായി ജീവിക്കാൻ, അനുഗ്രഹപരമായി ജീവിക്കാൻ സൃഷ്ടാവായ ദൈവം ഒരു കൊച്ചു പുസ്തകം ഒരുക്കി. ഈ പ്രമാണപ്രകാരം ആര് ജീവിക്കുന്നു അവരാരും പരാജയപ്പെടത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തെ 1-ാം സംഖ്യയിൽ എഴുതിയിരിക്കുന്നു. വായിച്ചാൽ മതിയല്ലോ. എല്ലാരും കണപ്പാടം പറയും, പക്ഷെ ആരും പാലിക്കില്ല. പുരുഷന്മാരുടെ അലർപ്പാട് നടക്കാതെ, വഴി നിൽക്കാതെ, ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ ന്യായപ്രമാണത്തെ ജാപ്പുകൾ ജാതിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. തീർന്നു. ദൈവത്തിന്റെ വചനം വിട്ട ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ പിടിക്കുന്നതിൽ ഭൂരിപക്ഷം വരുമ്പോ ദിവസമാണ്. അപ്പം അതിന്റെ ഉദ്ദേശവും ജീവിതത്തിന്റെ ഉദ്ദേശമൊന്നും ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം. എത്രയോ കൺവെൻഷൻ വിവാഹ പ്രവർത്തനം കേട്ടവരാ. സ്തോത്രം. ഇപ്പോ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അതിന് വിട്ട് യോശുവയുടെ ദൈവം പറഞ്ഞു. നിങ്ങൾ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം വായിച്ചു നോക്കണം. നീ അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഇടത്തോട്ട് മാറിയാലും പ്രശ്നമാണ്, വലത്തോട്ട് മാറിയാലും പ്രശ്നമാണ്. ഇസ്രായേലിനോട് പറഞ്ഞത് ധ്യാനിച്ചോളണം, കണ്ണിനോദയ പട്ടമായിരിക്കണം, നിന്റെ വീട്ടിൽ ഉപദേശിക്കണം, നിന്റെ മക്കളെ പഠിപ്പിക്കണം. ഇന്നത്തെ പെന്തിക്കോസ്തർക്ക് മക്കളെ പഠിപ്പിക്കാൻ നേരമില്ലല്ലോ. പലരും കഴിച്ചതാ, എന്റെ കൊച്ചു പഴിച്ചു പോയി, എന്റെ കൊച്ചു പഴിച്ചു പോയി. വിശ്വാസികളാ, എന്താ പഴിച്ചു പോന്നേ? ഒറ്റക്കാരനോട് നീ പഠിച്ചോണ്ടാ മക്കളും പഠിച്ചേ. ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ നീ എന്ന് പറഞ്ഞ് ക്ഷമിക്കുക, നിങ്ങളെ ഉദ്ദേശിച്ചല്ല. എന്റെ അർത്ഥം, ദൈവ വചനപ്രകാരം ജീവിക്കുവാൻ തന്നെ താൻ ശ്രദ്ധിക്കാത്ത ഏതൊരു വ്യക്തി എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാന്ന് പറയും. ഞാൻ ഒന്ന് പറയട്ടെ, വചനം പാലിച്ചേച്ച് പ്രാർത്ഥിക്ക്, എന്നാലേ ഫലമുള്ളൂ. ഹൃദയത്തിൽ കയ്പും, പ്രമാണം ലംഘിച്ച്, പ്രമാണത്തിന് വിരുദ്ധമായി ജീവിച്ച്, പ്രമാണത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് പോയെന്ന് പ്രാർത്ഥിച്ചാൽ, സ്തോത്രം ചെയ്താൽ ദൈവത്തിന് സ്തോത്രം വേണ്ട. എനിക്ക് പ്രസംഗം വരുന്നു, വായിച്ച് നോക്കുക. അയ്യാഴിയോ നോക്കിയില്ല, പ്രസംഗം വരുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോ തലമുറകൾ മാറുന്ന കാലഘട്ടമാണ്. എനിക്ക് ഏതാണ്ട് 45 വർഷത്തിലധികം അനുഭവത്തിൽ ശുശ്രൂഷയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ഈ കാലങ്ങൾ കൊണ്ട് വന്ന മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അന്ന് ഏത് വിശ്വാസി കല്യാണത്തിൽ പോയാലും മരണത്തിൽ പോയാലും ഒരു ദിവസം കൊണ്ടേ പോകത്തുള്ളൂ. പാഷമാർ പോലും ദിവസം കൊടുക്കില്ല, ക്ഷമിക്കണം. ഇപ്പം ഞാൻ ഇവിടെ കണ്ടു എല്ലാരും ഇത് നോക്കി കാണിക്കുക.
അത് ആവശ്യമില്ലാത്ത നേരമുണ്ട്. അതിന്റെ അനന്തര ഫലം എന്താണെന്ന് അറിയാവോ? സന്തതി മുടിയുന്നു, കുടുംബം നശിക്കുന്നു. വിലപിച്ചിട്ടൊന്നും കാര്യമില്ല. ദൈവപ്രകാരം ജീവിക്കുക, ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ മാനിക്കുക. ഒരിക്കലും നഷ്ടം വരത്തില്ല. രണ്ട് ഞാൻ പറഞ്ഞ 2 കാര്യം വരുന്നത്. 2 പ്രാർത്ഥിക്കുക. ഒരു പ്രാർത്ഥിക്കുന്ന ഞാന് കല്യാണ വന്നപ്പോ വരുന്ന ചോദിച്ചു, പക്ഷേ അത് രസം എന്നാ പറയുന്നില്ല, പോട്ടെ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പോയി പെണ്ണി കണ്ട് ഇഷ്ടപ്പെട്ട പോയതാ വിരുന്നിന്. പിന്നെ എന്ന് അടിച്ചപ്പോൾ പിറ്റേ ദിവസം കല്യാണം ആലോചനയായി. എന്നിട്ട് അപ്പൊ രാവിലെ ഒരു ഫോൺ. എന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജോബിന് എന്നോട് ചോദിക്കാം, പക്ഷേ അക്ഷയ്ക്ക് ഒരു ആലോചന വന്നു. ഇന്നാരാ ഈ അപ്പനെ എനിക്ക് നല്ല പരിചയം അറിയാം. വർഷങ്ങളായി അതിന്റെ വിശ്വാസമായിരുന്നവരല്ലേ. ഞാൻ അവിടെ പോളിച്ചില്ലെങ്കിലും വർഷങ്ങളായി. പക്ഷേ മേഴ്സിയായിരിക്കും നന്നായിട്ടറിയാം. കാരണം വ്യക്തമായ കാരണമുണ്ട്. ഉടനെ ഞാൻ ജോലിയോട് പറഞ്ഞു, ഒന്നും നോക്കണ്ട, പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ മകന ഇത് ഗുണറിയണം. എന്റെ ജീവിതത്തോട് ചേർന്നാ ഞാൻ പറയുന്നത്. പ്രാർത്ഥിക്കുന്ന മുഴങ്കാൽ മടക്കുന്ന ഒരു വ്യക്തിയുടെയും സന്തതി നശിച്ചു പോകത്തില്ല. എനിക്ക് 3 മക്കളുണ്ട്. എന്റെ മൂത്ത മോളെ ഇവിടെ വന്നിട്ടുണ്ട്, കുടുംബമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അനുഭവത്തിൽ പറയുക, പ്രാർത്ഥിക്കുന്ന ദൈവസ്ഥലിൽ മുഴങ്കാൽ മടക്കുന്ന ഓരോ വ്യക്തിയുടെയും സന്തതി നശിക്കത്തില്ല. ഞാനത് പറയാം. 100 അനുഭവങ്ങൾ ഞാൻ പറയാം. നിങ്ങളുടെ സമയങ്ങൾ മാറ്റിവെക്കാവോ? പ്രശ്നങ്ങൾ ദൈവത്തോട് പറയാമോ? ദൈവസ്ഥലിൽ ചെന്നിരിക്കാവോ? 2-3 മണിക്കൂറെങ്കിലും ദൈവസ്ഥലിൽ ചെലവഴിക്കാൻ നിങ്ങൾ സമയം വേർതിരിക്കാവോ? ഒരിക്കലും സന്തതി നശിക്കത്തില്ല, കുടുംബം ധന്യമാകും. ഞാനത് എന്റെ അനുഭവത്തിനാണ് പറയുന്നത്. അക്ഷരായിരിക്കും നന്നായിട്ട് അറിയാം. ഇങ്ങനെ തൃശ്ശൂർ കിടക്കുന്നയാള് നന്നായിട്ട് അക്ഷരകാര്യം നന്നായിട്ട് അറിയാം. അപ്പോ പറഞ്ഞ സമയം അതുകൊണ്ട് കുടിക്കണം. ഈ 2 കാര്യം നിങ്ങൾ ഇപ്പൊ അപ്പം നമ്മുടെ ഇങ്ങോട്ട് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നു. ശരി, ഇത് കഴിഞ്ഞേ ഞങ്ങളല്ല പോവും. ഈ വേഷം കൊണ്ടൊന്നും ഇരിക്കത്തില്ല. ജീവിത യാഥാർത്ഥ്യത്തോട് നിങ്ങൾ ഇറങ്ങും. അന്നേരത്ത് ജീവിതം സുഗമമാകണമെങ്കിൽ അവ 2 പറഞ്ഞാൽ ഞാനും പറയുന്നേ. 1, ദൈവവചനപ്രകാരം ജീവിക്കുക. എവിടെങ്കിലും പ്രമാണം ലംഘിച്ചോ ഞാൻ ആർക്കും സഹായിക്കാൻ പറ്റത്തില്ല. ഇതെന്ന് പറയുക, ഞങ്ങള് വായിച്ച് അനുഗ്രഹിച്ച ഇപ്പൊ അങ്ങോട്ട് അനുഗ്രഹിച്ചു പാസ്റ്റർമാർ കൂടി നിന്ന് ഓക്കെ പറയും. പക്ഷേ നിങ്ങൾ പ്രമാണം അനുസരിച്ച് പിന്നെ 2 ഈ ദീർഘ യാത്ര ചെയ്ത് ഒട്ടകപ്പുറത്ത് ഇസാക്കിന്റെ ഭാര്യ വന്ന സമയത്താണ് ഭർത്താവിനെ കണ്ടിട്ടില്ല. ഇസാക്ക് ധ്യാനിക്കാൻ വെളിമ്പ്രദേശത്ത് പോയി. ധ്യാനിക്കാൻ വെളിമ്പ്രദേശത്ത് ധ്യാനമാ അബ്രഹാമിന്റെ മകൻ. അപ്പോൾ അവൾ റെബേക്ക ചോദിച്ചു, ഇതാരായി ഈ മനുഷ്യൻ? അപ്പോഴാണ് അതിനെ കണ്ടപ്പോൾ ചോദിച്ചോണേ ദാസൻ പറഞ്ഞു, അതാ എന്റെ യജമാനൻ. നിങ്ങൾ പുസ്തകത്തിൽ വായിച്ചാൽ അവരുടെ ജീവിതത്തിനെ വിലപ്പഴിയാം. റബേക്ക 20 വർഷം കുഞ്ഞുങ്ങളിലായിരുന്നു, പ്രാർത്ഥിച്ചു. എന്റെ കുട്ടികൾ വിഷമുണ്ടാക്കിയപ്പോൾ അവിടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുക, എല്ലാ പ്രശ്നങ്ങൾക്കും മറുപടി പ്രാർത്ഥിക്കുക, 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 പ്രാർത്ഥിക്കുക. പ്രമാണപ്രകാരം
ഞാൻ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ദൈവമുമ്പിൽ മുട്ടുകുത്തിക്കാൻ പറഞ്ഞത് ഒരു ശക്തിയില്ല. അതെന്റെ അനുഭവം. കൊമ്പന്മാരെ മുട്ടുകുത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇതുവരെ മുട്ടുകുത്താൻ എന്റെ ദൈവം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് കാര്യം നിങ്ങൾ പാലിച്ച എല്ലാം രണ്ടും ലംഘിച്ചാൽ ഇന്ന് കുടുംബജീവങ്ങൾക്ക് എല്ലാം തകർച്ചയ്ക്ക് കാരണം വഴിവിട്ടു പോകുക. യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തരും ദൈവമില്ല. പെന്തിക്കോസ്തുകാരായിരിക്കും, ലേബൽ കാണും, പക്ഷെ ഉപദേശത്തിൽ നിലനിന്നാൽ അവർക്ക് പിതാവുണ്ട്, ഉത്തരവുണ്ട്, അല്ലെ ഒന്നുമില്ല. ഇങ്ങനെയുള്ള പറയുമ്പോഴേ തന്നെ ശബ്ദം വരും. എന്റെ മക്കൾ പറഞ്ഞിരിക്കുന്നത് ശബ്ദമായിട്ട് സംസാരിക്കാൻ നോക്കിയാ സത്യം പറയാൻ, സത്യം വിളിച്ചു പോയെന്ന കാലം പോയി. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ദൈവവചനപ്രകാരം ജീവിക്കുക, ദൈവമാണ് ബന്ധം. ഭർത്താവിനെ കഴിഞ്ഞ പ്രാർത്ഥന ഉള്ളത് കേട്ടോ. മാത്രമല്ല ഒരു പ്രധാന കാര്യങ്ങളുണ്ട്. ഇന്ന് എക്സൈഡ് വന്നിരിക്കുമ്പോ അവൾ എത്ര നാൾ ഒരുങ്ങിയാ വന്നിരിക്കുന്നറിയോ? ഇത് ആലോചന വന്ന നാൾ മുതൽ അവൾ അതിനായി ഒരുങ്ങി. ഇനി ശാരീരികമായി ഒരുങ്ങി, മാനസികമായി ഒരുങ്ങി. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം വിട്ടുപോകും. എന്നാൽ ദുഃഖകരമായ സത്യം, ഈ ലോകം വിട്ട് പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിലും ഒരു ചിന്തയില്ല. ഇവിടെ പോവാന്നറിയത്തില്ല, എന്താ ചെയ്യാന്നറിയത്തില്ല. സ്വപ്നം കാണുന്ന വ്യക്തികളുടെ കൂട്ട് കിടന്ന് കൈകാൽ വിട്ടടിക്കുന്ന അവസ്ഥയാ എന്നുള്ളത്. എന്നാൽ ഒരു കാര്യം ഓർത്തോളം, പ്രിയ കർത്തദാസൻ പറഞ്ഞു, അന്തിവിദൂര ഭാവി കർത്താവായ യേശു വരും. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-8 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: കുഞ്ഞാന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് മണവാളിന് വേണ്ടി വളരെ ഒരുക്കത്തോടാ വന്നേ. നിങ്ങള് അക്ഷര കൈയൊന്ന് പിടിച്ച് പരിശോധന ചോദിക്കും, വല്ല കരയും കാണുമോ? ഉണ്ടോ? എന്താ ഈ വാഴക്കരയും ഈ ചെറുപ്പാറയും ഒന്നും കാണത്തില്ല. കാരണം ഇന്നത്തെ ദിവസം അവളുടെ ജീവിതത്തിലെ നിർണായക ദിവസമാ. ഇന്നത്തെ ദിവസം വേണ്ടി അവൾ ഒരുങ്ങി വന്നിരിക്കുന്നേ. അങ്ങനെയെങ്കിൽ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ദിവസം വരുന്നു. പ്രിയമുള്ളവരെ എത്തിയെന്ന് പറയട്ടെ, നമ്മുടെ ന്യായവാദങ്ങൾ കൊണ്ട് അവിടെ നിൽക്കാൻ സാധ്യമല്ല. നമ്മുടെ തന്ത്രങ്ങളുണ്ട്, അവിടെ നിൽക്കത്തില്ല. നമ്മുടെ സൂത്രങ്ങളുണ്ട്, അവിടെ നിൽക്കില്ല. ജീവിത വിശുദ്ധി പാലിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം. വെടിപ്പുള്ള കൈയും സംഗീതത്തിൽ വായിക്കുന്ന യഹോവേ, നിന്റെ പർവ്വതത്തിൽ ആർ നിൽക്കും? നിന്റെ വിശുദ്ധ സ്ഥാനത്ത് ആർ കയറും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, പാപത്തിന് വ്യാജത്തിന് മനസ്സുവയ്ക്കാതെ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവൻ. അന്തവും കുതന്ത്രവും വിധിയുമെല്ലാം കൊണ്ട് സാധ്യമല്ല. ആകയാൽ കർത്താവിനെ എതിരേൽപ്പാൻ വളരെ ഒരുക്കത്തോടെ, വളരെ ജാഗ്രതയോടെ നമ്മുടെ നാളുകൾ ചെലവഴിക്കാം. മാത്രമല്ല, ഇതൊരു സ്വർഗീയ ചില ദിവസങ്ങളുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ വഴിന്ന് സംസാരിക്കല്ലേ, നിങ്ങൾ അവിടെ സംസാരിക്കല്ലേ. അല്പസമയം കൂടെ, ഞങ്ങൾ സമയത്ത് വേഗം നിർത്താൻ പോവാം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ. ഇത് യാദൃച്ഛികമായിട്ടല്ല എക്സോഡ് വന്നത്. അവിടെ വന്നെങ്കിൽ ഒരു കാരണമുണ്ട്. നമ്മൾ ഇത്രയും പേര് വന്നവര് ആരും അവിടെ കയറി ഇരുന്നില്ല. യാദൃച്ഛികമല്ല. ചില നാളുകൾക്ക് മുമ്പ് അവളെ കണ്ടിട്ട്
അവർ തമ്മിൽ തീരുമാനിച്ചു. വാസ്തവം പറഞ്ഞ അക്സ അന്ന് തീരുമാനിച്ചില്ല, അത് വേറെ കാര്യം. ഞങ്ങളത് തീരുമാനിച്ചേ, അതുകൊണ്ട് എന്നാലും തീരുമാനിച്ചു. അവിടെ സമ്മതം പ്രകടിപ്പിച്ചു, തീരുമാനിച്ചു, അംഗീകരിച്ചു. യജോയെ ഭർത്താവായി ഹൃദയത്തിൽ അവൾ അംഗീകരിച്ചു. അന്നു മുതൽ മിജോയ്ക്ക് വേണ്ടി തന്നെ താൻ വേർപെട്ടവൾ സൂക്ഷിച്ചു, വിശുദ്ധിയിൽ ജീവിച്ചു. തക്ക സമയത്ത് മിജോ അവളെ തന്റെ ജീവിത സഖിയായി പരസ്യമായി സ്വീകരിക്കുന്ന സന്ദർഭമാണ്. ഇതുപോലെ കർത്താവായ യേശുവിനെ യേശുവായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ കർത്താവിന് വേണ്ടി ജീവിച്ച് അവന് നിലനിന്നാൽ കർത്താവിന്റെ വരവിങ്കൽ പോകാം. അവരെ ചേർക്കുവാൻ യേശു വേഗം വരുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. പറഞ്ഞല്ലോ, ഞാൻ അത്രത്തോളം റിസ്ക് എടുത്തത് റിസ്ക്കാണ്. കാരണം എന്റെ BP കേട്ടാൽ നിങ്ങൾ പേടിക്കും. എന്റെ പ്രഷർ BP 200 താഴെ വന്നിട്ടില്ല. എന്നാൽ ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ഒരു കുഴപ്പം ഉണ്ടാകുകയില്ല. കർത്താവ് വിശ്വസ്തൻ. അപ്പോൾ ഈ പൈതങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും ദൈവം നൽകട്ടെ. അവർ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ കുടുംബം, ഒരു വിശുദ്ധ കുടുംബം ഈ പ്രദേശത്ത് ഉള്ളെടുക്കുവാൻ ദൈവം കെട്ടിപ്പടുക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഈ കുടുംബത്തില് ഒരംഗത്തിനോട് കല്യാണം നടത്താൻ എനിക്കൊരു അവസരം ലഭിച്ചല്ലോ, അത് ഞാൻ സന്തോഷിക്കുന്നു. എന്റെ വാക്കുകളെ നിർത്തുന്നു. വളരെ ശ്രദ്ധിക്കുക. രണ്ട് കാര്യം. ഒന്ന്, ദൈവവചനം. രണ്ട്, അത് വിട്ടെടുത്തോട്ട് വലുത്തോളം മാറണം. പ്രാർത്ഥനാ ജീവിതം ബാക്കിയെല്ലാം കർത്താവ്. എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഇനി ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം. ദയവായി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച് സഹായിക്കണം. ഒരല്പം അതൊക്കെ ഇങ്ങോട്ട് മാറ്റി അല്ലേ ഒരുങ്ങി. ഞാൻ ഒരു പരസ്യം വായിക്കട്ടെ. വയനാട് ജില്ലയിൽ താലൂക്കിൽ പടിഞ്ഞാറത്ര വില്ലേജിൽ ഗേസ് ഫുൾ ഗോസ്പൽ ഫെലോഷിപ്പ് സഭയിൽ തെരഞ്ഞു വീട്ടിൽ ദേവസ്യാറ്റിയുടെയും മഴ്സി ദേവസ്യാരുടെയും മകൻ മിജോ ദേവസ്യ എന്ന ഈ യുവാവ് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി താലൂക്കിൽ പാടിച്ചിറ വില്ലേജിൽ അസംബ്ലീസ് റോഡ് പെരിക്കല്ലൂർ സഭയിൽ മുണ്ടക്കൽ വീട്ടിൽ പാസ്റ്റർ ബെനി ജോസഫിന്റെയും ജോമിനിയുടെയും മകൾ അക്സ ബെനിയും ഇവർ തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കുവാൻ ബന്ധപ്പെട്ട ഇരു കുടുംബങ്ങളും തീരുമാനിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ വിവാഹം വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണെന്നോ എന്തെങ്കിലും പരാതി ഉള്ളവർക്ക് എന്തെങ്കിലും വിവാഹ സംബന്ധമായിട്ട് വിവാഹം നടത്താതിരിക്കത്തക്ക എന്തെങ്കിലും പരാതി ഉള്ളവർക്ക് ഇപ്പോൾ ഉന്നയിക്കാനുള്ള അവസാനത്തെ അവസരമാണ്. നിങ്ങളാരും യാതൊരു തടസ്സവാദവും ഉന്നയിക്കാത്തതുകൊണ്ടും നിങ്ങളുടെ മൗനം സമ്മതം എന്ന് തിരിച്ചറിഞ്ഞു ഞാൻ അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. മിജോ, സമയമേ നിൽക്കുന്ന അക്സ എന്ന യുവതിയെ ഇന്ന് വിവാഹ ഭാര്യയായി സ്വീകരിക്കാതിരിക്കുക. രഹസ്യമോ പരസ്യമോ ആയ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം.
മനസ്സിലായി പറയണം. അവസാനത്തെ ചാൻസ് ഒളിച്ചു പറ. രഹസ്യം പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. ഇല്ലെന്നറിയാം. മരണത്താൽ നിങ്ങൾ വേർതിരിക്കപ്പെടുന്നവരെ സുഖത്തിൽ നിന്ന് അവളെ സ്നേഹിച്ചു, അവളെ മാനിച്ചു, അവളെ പോഷിക്കുന്നു, ഉത്തമ ഭർത്താവായിരുന്നുള്ള തീരുമാനമുണ്ടോ? നിന്റെ സമൂഹത്തിന് ഈ വിജയം നിന്റെ ഭർത്താവായി സ്വീകരിക്കാതിരിക്കത്തക്ക എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ, രഹസ്യമോ പരസ്യമായി എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നിനക്കതിപ്പോൾ വെളിപ്പെടുത്താൻ അവസാനത്തെ ചാൻസാണ്. ഇല്ല, മണ്ണം നിന്നെ വേർതിരിക്കുന്ന പോലെ സുഖത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലും അനാരോഗ്യത്തിലും ജീവിതത്തിന് എല്ലാ വേളയും ഭർത്താവിന് കീഴ്പ്പെട്ട, ഭർത്താവിനെ അനുസരിച്ച്, ഭർത്താവിന് ഉത്തമ ഭാര്യ എന്നുള്ളാവുന്നത് നിനക്ക് തീരുമാനമുണ്ടാവും. അവർ രണ്ടുപേരും അവരുടെ തീരുമാനം അനുസരിക്കുകയാണ്. ഇനി അവരെ നമുക്ക് മുന്നോട്ട് നീങ്ങാമല്ലോ. അവരെ വലങ്കരം കൊടുത്ത് അവര് ആ സ്വപ്പുരം നിങ്ങള് പ്രത്യേക സ്ഥലപരിമിതം ഇങ്ങനെ മതി. ഏതായാലും ദൈവദാസന്മാർ അവിടെ ഇരിക്കുന്നത് ഞാൻ മറ്റുള്ളവർക്ക് പറയും. അപ്പോ ഇവിടെ നിങ്ങളൊരു മാത്രം അല്ലെങ്കിൽ സാക്ഷി നിൽക്കും സുപുരമേ കാരാറിനോ സാക്ഷി നിൽക്കും നിയമങ്ങളെ ശോഭിക്കാനാണ്. വളരെ പ്രാർത്ഥന ആയിരിക്കാം. അവർ കൈ കൊടുത്ത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇനി ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങള് അതെല്ലാം കേൾക്കണം. ബിജോയാകുന്ന ഞാൻ, അക്ഷയാകുന്ന നിന്നെ എന്റെ ഇങ്ങോട്ട് അവിടെ എന്റെ ഭാര്യയായി സ്വീകരിച്ചോളുന്നു. ഞങ്ങൾ നോക്കുന്ന വേണ്ട. മരണത്താൽ വേർപിരിക്കപ്പെടുന്നത് വരെ നിന്നെ സ്നേഹിച്ച്, നിന്നെ പോറ്റി പുലർത്തി, നിന്നെ ബഹുമാനിച്ച് ഉത്തമ ഭർത്താവിന്റെ എല്ലാ കടമകളും സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ വേളകളിലും നിന്നെ പോറ്റി പുലർത്തി, നിങ്ങളുടെ വിശ്വസ്ത പുലർത്തി ഉത്തമ ഭർത്താവായിരുന്നുള്ളാവുന്ന ത്രിയേക ദൈവത്തെയും ശ്രേഷ്ഠ ദൂതന്മാരെയും ദൈവസഭയെയും സാക്ഷിയാക്കി ഞാൻ നിനക്ക് വാക്ക് തരുന്നു. അക്ഷയാകുന്ന ഞാൻ, വിജയാകുന്ന അങ്ങയെ എന്റെ വിവാഹ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളുന്നു. ഇന്നു മുതൽ മരണത്താൽ വേർപിരിക്കപ്പെടുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ വേളകളിലും നിങ്ങളെ ബഹുമാനിച്ച്, നിങ്ങൾക്ക് കീഴ്പ്പെട്ട് ഉത്തമ ഭർത്താവായിരുന്നുകൊള്ളാവുന്ന, ഉത്തമ ഭാര്യയായിരുന്നുകൊള്ളാവുന്ന ത്രിയേക ദൈവത്തെയും ശ്രേഷ്ഠ ദൂതന്മാരെയും ദൈവസഭയെയും സാക്ഷിയാക്കി ഞാൻ അങ്ങേക്ക് വാക്ക് തരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അവർക്കായി പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ. കർത്താവേ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. സ്നേഹവാനായ ദൈവമേ, വിശ്വസ്തനായ സ്വർഗീയ പിതാവേ, നീ നല്ല വിലക്കായി ഞങ്ങളെ നന്ദിയോടെ സ്തുതിക്കുന്നു. നാഥായി പൈതങ്ങൾ സമ്മതത്താൽ ഭർത്താവും ഭാര്യയുമായി തീർന്നല്ലോ കർത്താവെ. ജീവൻ മരണത്താൽ ഒരുമിക്കപ്പെടുന്നത് വരെ ജീവിതത്തിലെ എല്ലാ വേളയിലും അങ്ങോട്ട് വിശ്വസ്ത പുലർത്തി അങ്ങേ സേവിച്ച്, അങ്ങേ ധ്യാനിച്ച്, അങ്ങേ മാനിച്ച് ായി കാണപ്പെടുവാൻ അവരെ സഹായിക്കണം. അവർക്ക് ജീവിതത്തിന് വേണ്ട എല്ലാ കൃപയും അവർ നൽകുമാറാകണമേ, അവർ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. വിശുദ്ധ കുടുംബങ്ങളുടെ ഭൂമിയിൽ ഉടലെടുക്കുവാൻ അങ്ങനെ കാരണമായല്ലോ കർത്താവേ. ഞങ്ങളെ സ്തുതിക്കുന്നു. തിരുവനന്തപുരത്തിലെ എല്ലാ അനുഗ്രഹങ്ങളാലും അവരെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്താന സമ്പത്തും അവർക്ക് നൽകി മാനിക്കുമാറാകണമേ. ഭൗതിക ആത്മീയമായ അനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് കേട്ടതിനായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഉത്തരമരുളണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഇരിക്കാം. പാട്ട് പാടാം. നിങ്ങൾ ആദ്യം പഠി.